IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ നിർണായക തെളിവുകൾ വീണ്ടെടുത്ത പോലീസ്. സുഗാന്തും IB ഉദ്യോഗസ്ഥയും തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റിന്റെ വിവരങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത്. യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സുഗാന്ത് ആണെന്നതിന്റെ ശക്തമായ തെളിവുകളാണ് ഈ ചാറ്റിൽ നിന്ന് പോലീസിന് കിട്ടിയത്. ടെലിഗ്രാമിൽ നടത്തിയ ചാറ്റിംഗിനിടെ യുവതിയോട് പോയി ചാവൂ എന്നാണ് സുഗാന്ത് ആവശ്യപ്പെടുന്നത്. എന്നാണ് നീ മരിക്കുകയെന്നും സുഗാന്ത് യുവതിയോട് ചോദിച്ചിരുന്നു. മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ നീ ഒഴിഞ്ഞു പോകണമെന്നും ഇയാൾ യുവതിയോട് ചാറ്റിൽ പറയുന്നുണ്ട്. IB ഉദ്യോഗസ്ഥയും സുഗാന്തും തമ്മിൽ ടെലിഗ്രാമിൽ നടത്തിയ ചാറ്റിംഗിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഇയാളുടെ ഫോൺ പരിശോധനയിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാനായത്. സുഗാന്തിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥയിലുള്ള ചാവക്കാട്ടെ വാടക മുറിയിൽ നിന്നാണ് ഇയാളുടെ ഐഫോൺ പോലീസ് പിടിച്ചെടുത്തത്. ഒളിവിൽ പോകുന്നതിന് തലേ ദിവസം സുഗാന്ത് ഈ മുറിയിൽ താമസിച്ചിരുന്നതായാണ് വിവരം. തുടർന്ന് പോലീസ് ഇവിടെ നടത്തിയ പരിശോധനയിൽ ഐഫോൺ കണ്ടെടുക്കുകയായിരുന്നു. മാർച്ച് 24-നാണ് IB ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശിനിയെ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട സഹപ്രവർത്തകൻ മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് സുരേഷിനെതിരെ പേട്ട പോലീസ് കേസും എടുത്തിരുന്നു. എന്നാൽ യുവതി മരിച്ച് 2 മാസം പിന്നിടുമ്പോഴും സുഗാന്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. സംഭവത്തെ തുടർന്ന് IBയിൽ നിന്ന് സുഗാന്തിനെ പിരിച്ചുവിട്ടിരുന്നു. സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. യുവതി ലൈംഗികാതിക്രമണത്തിന് ഇരയായെന്ന് കണ്ടെത്തിയതോടെ ബലാത്സംഗ കുറ്റവും ചുമത്തിയിരുന്നു. അതേസമയം ഇന്നലെ കേസ് പരിഗണിച്ച ഹൈക്കോടതി സുഗാന്ത് സുരേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് പോലീസിനോട് ചോദിച്ചു. 2 മാസമായി അറസ്റ്റ് ചെയ്യാതിരുന്നതിന് വിശദീകരണം നൽകണമെന്നും പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പ്രതി സുഗാന്ത് സുരേഷ് ഒളിവിലാണെന്ന പോലീസിന്റെ വിശദീകരണം കോടതി തള്ളി. ആധുനിക കാലത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെ ഒളിവിൽ കഴിയാനാകുമെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സുഗാന്ത് സുരേഷ് മറ്റ് സ്ത്രീകളെയും ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിലപാടെടുത്തത്. അതേസമയം സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച ഉത്തരവ് പറയും. ന്യൂസ് ഡെസ്ക് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.